പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി തജ്വീദ് 10-11 പാഠങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ് ഈ വീഡിയോ. 1. മുസ്ഹഫിൽ സീന് എന്ന ചിഹ്നം എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്? 4, 3, 5, 6. ഉത്തരം 5. 2. മുസ്ഹഫിൽ ത്വ എന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ആയത്ത് അവസാനിച്ചു, നിർത്തരുത്, വിരാമം ഉത്തമം, വിരാമം നല്ലത്. ഉത്തരം വിരാമം നല്ലത്. 3. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വിരാമം നിർബന്ധമെന്ന് സൂചിപ്പിക്കുന്നതിന് മുസ്ഹഫിൽ ഉപയോഗിക്കുന്ന ചിഹ്നം ഏത്? മീം, ജീം, ഖാഫ്, വാവ്. ഉത്തരം എ, മീം, വഖഫ് ലാസിം. 4. വഖഫ് ചെയ്യുമ്പോൾ ഉച്ചരിക്കുകയും ചേർത്ത് വായിക്കുമ്പോൾ ഉച്ചരിക്കാതിരിക്കുകയും ചെയ്യുന്ന എത്ര അലിഫുകളാണ് ഖുർആനിൽ ഉള്ളത്? 8, 2, 5, 7. ഉത്തരം 7. 5. തിലാവത്തിൻ്റെ സുജൂദ് 2 പ്രാവശ്യമുള്ള സൂറത്തേത്? സൂറ അൽ അറാഫ്, സൂറ അൽ ഹജ്ജ്, സൂറ അൽ അലഖ്, സൂറ അസ്സജദ. ഉത്തരം സൂറ അൽ ഹജ്ജ്. സൂറത്തുൽ ഹജ്ജിലാണ് 2 തിലാവത്തിൻ്റെ സുജൂദുള്ളത്. 6. ആദാബു തിലാവത്തിൽ ഉൾപ്പെടാത്തത് ഏത്? വുളു ഉണ്ടായിരിക്കുക, ബിസ്മി കൊണ്ടാരംഭിക്കുക, പാരായണം തർത്തീൽ ആക്കുക, തല മറക്കുക. ഉത്തരം തല മറക്കുക എന്നത് ആദാബു തിലാവത്തിൽ പെടാത്തതാണ്. 7. ചേർത്ത് ഓതലാണ് ഉത്തമം എന്നതിന് ഖുർആനിൽ ഉപയോഗിക്കുന്ന ചിഹ്നം? ജീം, ലാം, സ്വലെ, ഖലെ. ഉത്തരം സി, സ്വലെ. 8. ഈ ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? വിരാമം നിർബന്ധം, നിർത്തരുത്, വിരാമം ഉത്തമം, 2-1 സ്ഥലത്ത് നിർത്താം. ഉത്തരം 2-1 സ്ഥലത്ത് നിർത്താം എന്നതിൻ്റെ ചിഹ്നമാണത്. 9. ബിസ്മിയില്ലാത്ത സൂറത്തേത്? അൽ അൻഫാൽ, ഫുസ്സിലത്ത്, അത്തൗബ, അൽ മുർസലാത്ത്. ഉത്തരം അത്തൗബ. സൂറത്തു തൗബയിൽ ബിസ്മി തുടക്കത്തിൽ കാണുകയില്ല. 10. ഖുർആനിൽ തിലാവത്തിൻ്റെ സുജൂദ് എത്ര സ്ഥലങ്ങളിലാണ് ഉള്ളത്? 10, 14, 20, 17. ഉത്തരം 14. 14 സ്ഥലങ്ങളിലാണ് തിലാവത്തിൻ്റെ സുജൂദുള്ളത്. 11. അല്ലാഹുമ്മ ഇർഹംനി ബിൽ ഖുർആൻ വജ്അൽഹു ലി ഇമാമൻ വനൂറൻ വഹുദൻ വറഹ്മ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുടെ സന്ദർഭമേത്? തിലാവത്തിൻ്റെ സുജൂദിൽ, ഖുർആൻ ഓതി പൂർത്തിയാകുമ്പോൾ, ഖുർആൻ ഓതി തുടങ്ങുമ്പോൾ, ഇസ്തിഗ്ഫാറിൻ്റെ ആയത്ത് ഓതുമ്പോൾ. ഉത്തരം ഖുർആൻ ഓതി പൂർത്തിയാക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണത്. 12. മുസ്ഹഫിൽ സ എന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ചേർത്ത് ഓതലാണ് ഉത്തമം, 2ഉം ആവാം, വിരാമം ഉത്തമം, വിരാമം നല്ലത്. ഉത്തരം ചേർത്ത് ഓതലാണ് ഉത്തമം.